ബൈബിളിൽ പറയുന്നുണ്ട്, സ്നേഹിക്കുന്ന സഹോദരൻ എന്തു ചെയ്യും? മുറിവുകളുണ്ടാക്കും. പക കാണിക്കുന്നവൻ എന്തു ചെയ്യും? എണ്ണമില്ലാത്ത ചുംബനങ്ങൾ തരും. സ്നേഹിക്കുന്ന ഒരു ജ്യേഷ്ഠനായി, സ്നേഹിക്കുന്ന സുഹൃത്തായി, സ്നേഹിക്കുന്ന ഒരു ഇടയനായി, എവിടെയാണോ കുറവുകളുള്ളത്, എവിടെയാണോ വീഴ്ചകളുള്ളത്, അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ആ വ്യക്തിയെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളെ പുകഴ്ത്തി പറയുന്നത് കൊണ്ടോ നിങ്ങളെ ഇകഴ്ത്തി പറയുന്നത് കൊണ്ടോ എനിക്കൊരു നേട്ടവുമില്ല. എന്നാൽ ഒരു കാര്യം വാസ്തവമാണ്, കുറ്റങ്ങളെ ക്രമപ്പെടുത്തുന്നതിൽ കൂടി അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ചെടുക്കുന്നത് നിങ്ങൾ തന്നെയാണ് എന്നുള്ള സത്യം മറക്കരുത്. ചില സമയത്ത് ചില സഹോദരങ്ങൾ വന്നിട്ട് പറയാറുണ്ട്, ബ്രദർ, എന്തുപറ്റി? എൻ്റെ ഭാര്യ ഇറങ്ങിപ്പോയി. ഇപ്പോൾ സിറ്റുവേഷൻ എന്താണ്? ഇപ്പോൾ ഒത്തുതീർപ്പിന് പറഞ്ഞിരിക്കുകയാണ്, പുതിയ കണ്ടീഷനുകൾ വയ്ക്കുകയാണ്. എന്താണ് ആ കണ്ടീഷൻ? ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരില്ല, എന്നാൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കണം, എൻ്റെ വീട്ടിൽ നിൽക്കണം. എൻ്റെ ഭാര്യ കണ്ടീഷൻ വയ്ക്കുകയാണ്, നിങ്ങൾ എൻ്റെ വീട്ടിൽ വരണം, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരില്ല എന്ന്. ഈ കണ്ടീഷനുകൾ ശരിയുള്ളതാണോ? അബ്രഹാമിൻ്റെ ദാസൻ അബ്രഹാമിനോട് പറയുകയാണ്, ഒരുപക്ഷേ അവൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നില്ല എങ്കിൽ നമ്മുടെ മകനെ കൊണ്ടുപോയി അവളുടെ വീട്ടിൽ നിർത്താൻ കഴിയുമോ? ഇല്ല. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ് കാണുന്നത്? എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിൻ്റെ ദൈവമായ യഹോവ എൻ്റെ മകന് നീയൊരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തൻ്റെ ദൂതനെ അയക്കും. എന്താണ്? ഭാര്യ അവിടെ നിന്നും കൊണ്ടുവരണം, അവൾ നമ്മുടെ ഭവനത്തിലേക്ക് വരണം. എൻ്റെ മകനല്ല അവളുടെ വീട്ടിലേക്ക് പോകേണ്ടത്, അവൾ എൻ്റെ വീട്ടിലേക്ക് വരണം, അല്ലാതെ എൻ്റെ മകൻ അവളുടെ വീട്ടിലേക്ക് പോകുവാൻ പാടില്ല. അതായത് ഒരാളുടെ വീട്ടിലേക്ക് മറ്റൊരാൾ പോകരുതെന്നല്ല പറയുന്നത്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുടുംബ വ്യവസ്ഥയെ സ്ഥാപിക്കുന്നതായ പ്രക്രിയയിൽ ഒരു സ്ത്രീ തൻ്റെ ജന്മഗൃഹത്തെ വിട്ടിട്ട് ഭർതൃഗൃഹത്തിലേക്ക് വരുന്നു. അതാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിലാണ് ജനിച്ചത്, നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവസഭയിലെ അംഗങ്ങളാണ്. സഭയ്ക്ക് ദൈവം ഒരു പേരിട്ടിട്ടുണ്ട്, വധു, അതായത് മണവാട്ടി. അപ്പോൾ മണവാളൻ ആരാണ് പറയുക? കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തു ഇപ്പോൾ എവിടെയുണ്ട്? സ്വർഗത്തിൽ ഉണ്ട്. ഇപ്പോൾ മണവാളനായിരിക്കുന്നതായ യേശുക്രിസ്തു മണവാട്ടിയായിരിക്കുന്നതായ കർത്താവിൻ്റെ സഭയെ ഒരു ദിവസം വന്ന് കൂട്ടിക്കൊണ്ട് പോകുമോ ഇല്ലയോ? കൊണ്ടുപോകും. എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? തൻ്റെ പിതാവിൻ്റെ രാജ്യത്തിലേക്ക്, അല്ലെങ്കിൽ നിത്യരാജ്യത്തിലേക്ക്. അതാണ് കാര്യം. ഭർത്താവ് എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ തന്നെ ഭാര്യയുമായിരിക്കുന്നതാണ് വചനപ്രകാരമുള്ളത്. ഇതിന് വിരോധമായിട്ട് ആലോചിച്ചാലും പ്രവർത്തിച്ചാലും നിശ്ചയമായിട്ടും അതിന് മറുവില കൊടുത്തേ മതിയാകൂ. ഒന്നിക്കണം, ചേർന്ന് പോകണം. ഒന്നാമത് വിശ്വാസത്തിൽ ചേർന്ന് പോകണം, രണ്ടാമത് നിന്റെ കുടുംബവുമായി ചേർന്ന് പോകണം, മൂന്നാമത് നിന്റെ ബന്ധുക്കളുമായി ചേർന്ന് പോകണം. ഇങ്ങനെ ഒന്നിച്ചു പോകുന്നതിന് ഇഷ്ടമില്ലാത്തവരായ മരുമക്കളാകട്ടെ, അമ്മായിമ്മമാരാകട്ടെ, ഭാര്യമാരാകട്ടെ, ഭർത്താക്കന്മാരാകട്ടെ, അവർ ആ കുടുംബത്തിന് ദോഷം ചെയ്യുന്നവരാണ്. കുടുംബത്തിനത് നാശകരമാണ്. ഒരുപക്ഷെ നിനക്ക് അങ്ങനെയുള്ള ഒരു സ്വഭാവമുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ചില ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഭയമായിരിക്കും. 4 പേരോട് ഒരുമിച്ച് സംസാരിക്കുന്നതൊക്കെ ഭയമുണ്ടായിരിക്കും. അതിനെ ജയിക്കണം. ആ സ്വഭാവത്തെ ജയിച്ച്, ആ ഭയത്തെ നീ ജയിച്ചിട്ട് നിന്റെ ഭാര്യയുടെ കുടുംബക്കാരെയും നിന്റെ ഭർത്താവിൻ്റെ കുടുംബക്കാരെയും ഒരുപോലെ സ്നേഹിക്കുകയും അവരോട് ഇടപഴകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. അത് വളരെ അത്ഭുതകരമായിരിക്കും. നിന്റെ വിശ്വാസത്തിൽ നീ ചേരണം, കുടുംബവുമായിട്ട് നീ ചേരണം, ബന്ധുക്കളുമായിട്ട് ഒത്തുപോകണം. അതുപോലെ നിങ്ങളുടെ ആലോചനകൾ ഒത്തുപോകണം. ഭാര്യയുടെ ചിന്താഗതി ഒന്ന്, ഭർത്താവിൻ്റെ ചിന്താഗതി മറ്റൊന്ന്, ഭർത്താവിൻ്റെ ആഗ്രഹം ഒന്ന്, ഭാര്യയുടെ ആഗ്രഹം മറ്റൊന്ന്, ഭർത്താവിൻ്റെ രീതി ഒന്ന്, ഭാര്യയുടെ രീതി മറ്റൊന്ന്, ഭർത്താവിന് നോൺ വെജിറ്റേറിയൻ ഇഷ്ടം, ഭാര്യയ്ക്ക് വെജിറ്റേറിയനാണ് ഇഷ്ടമായിരിക്കുന്നത്.
ഇവർ രണ്ടുപേരും ചേർന്ന് മാർക്കറ്റിൽ പോയി. ഭർത്താവാണെങ്കിലോ ആടിനെ എവിടെ കിട്ടും, കോഴിയെ എവിടെ കിട്ടും എന്ന് പറഞ്ഞ് തപ്പുകയാണ്. ഭാര്യയ്ക്ക് അതൊട്ടും ഇഷ്ടമല്ല. ഭാര്യയ്ക്ക് നോൺ വെജ് തിന്നുന്നത് ഇഷ്ടമല്ല. ഭാര്യ ഫുള്ള് വെജിറ്റേറിയനാണ്. എന്നാൽ ഭർത്താവിനറിയാവുന്ന എന്താണെന്ന് വെച്ചാൽ കിച്ചൺ ഉണ്ടായിരിക്കുന്നത് തന്നെ ചിക്കന് വേണ്ടിയാണ്. കിച്ചണിൽ ചിക്കൻ ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ആ കിച്ചനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നാണ് പറയുന്നത്. സോ ഭർത്താവ് നോൺ വെജിറ്റേറിയൻ, ഭാര്യയാണെങ്കിൽ വെജിറ്റേറിയൻ. ഇവർ ചേർന്ന് പോകുമോ? എന്നാൽ ചില ഭാര്യമാർ അവർക്ക് നോൺ വെജിറ്റേറിയൻ ഇഷ്ടമല്ല എങ്കിലും ഭർത്താവിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതുപോലെ ചില ഭർത്താക്കന്മാർ അവർക്കിഷ്ടം വെജിറ്റേറിയൻ ആണെങ്കിലും ഭാര്യ നോൺ വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ കാരണം നീ എന്തിനാണ് വിഷമിക്കുന്നത്, നീ കഴിച്ചുകൊള്ളുക എന്ന് പറയാറുണ്ട്. അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇന്നിനെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദയവിച്ചത് ശ്രദ്ധിക്കൂ. നിന്റെ വിശ്വാസവുമായി ചേർന്ന് പോകുന്ന വ്യക്തിയെ നീ വിവാഹം കഴിക്കേണ്ടതാണ്. നിന്റെ മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കുകയും അവരുമായി ചേർന്ന് പോവുകയും ചെയ്യുന്ന വ്യക്തിയെ നീ വിവാഹം കഴിക്കണം. മറ്റുള്ളവരുമായി ചേർന്ന് പോകുന്നതായ വ്യക്തിയെയാണ് നീ വിവാഹം കഴിക്കേണ്ടത്. അതുപോലെ മനസ്സിന് പൊരുത്തമുള്ളതായ ആളുകളെ, ആലോചനയുമായി ചേർന്ന് പോകുന്ന വ്യക്തിയെ, രുചികളുമായി ചേർന്ന് പോകുന്ന വ്യക്തിയെ വിവാഹം കഴിക്കണം. ഒരുപക്ഷെ ഇവ ഒത്തുപോകുന്നില്ല എങ്കിലും അതുമായി സഹകരിച്ചു പോകുന്ന വ്യക്തിയാണ് വിവാഹം കഴിക്കേണ്ടത്. ബ്രദർ, ഈ പറയുന്നതെല്ലാം നല്ലതാണ്. എന്നാൽ ആദ്യം തന്നെ അവളുടെ ചിന്താഗതി എന്താണ്, അവളുടെ രീതികളൊക്കെ എങ്ങനെയാണെന്ന്, ഉദ്ദേശങ്ങളൊക്കെ എങ്ങനെയെന്ന് അറിയാൻ എങ്ങനെ കഴിയും? ആദ്യം നീ എന്തു ചെയ്യണമെന്നറിയാമോ? പ്രാർത്ഥിക്കണം. എന്നീ സന്ദേശം എനിക്ക് വളരെ അത്യാവശ്യമാണ് ബ്രദർ. ദൈവം എന്നോടിന്ന് സംസാരിച്ചു എന്ന് പറയുന്നവർ പ്രാർത്ഥിക്കുക. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, ഒരു യൗവനക്കാരന് ഒരു ഭാര്യയെ ആവശ്യമായി വന്നപ്പോൾ, യൗവനക്കാരത്തേക്ക് ഒരു ഭർത്താവിനെ അന്വേഷിച്ചപ്പോൾ, നല്ലൊരു വിവാഹബന്ധം വേണമെന്ന് മുതിർന്നവർ ചിന്തിച്ചപ്പോൾ, എങ്ങനെയുള്ളവരെ തിരയണം? ഒത്തുചേർന്ന് പോകുന്ന ആളുകളെ തിരയണം. വിശ്വാസവുമായി ചേരണം, കുടുംബവുമായിട്ട് ചേരണം, ബന്ധുക്കളുമായി ചേരണം, ചിന്താഗതികൾ ചേരണം, മനസ്സുകൾ തമ്മിൽ ചേരണം, രുചികൾ തമ്മിൽ ചേരണം. അങ്ങനെയുള്ളവരല്ല എങ്കിൽ ഒത്തുപോകുന്ന വ്യക്തികൾ ആയിരിക്കണം. അങ്ങനെയുള്ള ഭാര്യയെയും ഭർത്താവിനെയും വേണമെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. യൗവനപ്രായത്തിൽ തന്നിഷ്ടപ്രകാരം ജീവിക്കാതെ വിശുദ്ധിയോടെ ജീവിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിൽ ഒരു ശ്രേഷ്ഠമായ ജീവിത പങ്കാളിയെ എനിക്ക് വേണം. ഇങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ളതായ കൃപ യൗവനക്കാരായ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ. അതുപോലെ തന്നെ മാതാപിതാക്കളും അവരുടെ മക്കളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. അബ്രഹാം പ്രാർത്ഥിച്ചു, അതിൻ്റെ ഫലം കണ്ടു. ദൈവമേ, യൗവനക്കാരായ മക്കളെ ഓർത്ത് അവരുടെ മാതാപിതാക്കൾ അവരുടെ ഉത്തരവാദിത്തങ്ങളെ വഹിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവ് വരും കാലങ്ങളിൽ അവരുടെ മക്കൾ നിന്നോട് മറുതലിക്കുന്ന മക്കളായിരിക്കാതെ നിന്നോട് ചേർന്നവരായി നടക്കുവാൻ തക്കോണം ദൈവമേ ഇപ്പോൾ മുതൽ തന്നെ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. വിവാഹപ്രായമായിരിക്കുന്ന അനുജന്മാരെയും അനുജത്തിമാരെയും വഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ശ്രേഷ്ഠരായ ജീവിത പങ്കാളികളെ അവർക്ക് നീ കൊടുക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.